പുതിയ ചില കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പോസിറ്റീവ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പേര് തന്നെ പോസിറ്റീവ് കമ്മ്യൂൺ എന്നാണ് എന്നിവിടെ പറഞ്ഞു. സമൂഹത്തിൽ നെഗറ്റിവിറ്റിക്കാണ് പുതിയ കാലത്ത് ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടാകുന്നത്. അതിനാണ് എല്ലാതും. ഇപ്പോൾ യൂട്യൂബ് നോക്കിയാലും നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാലും പത്രപരസ്യങ്ങൾ നോക്കിയാലും എവിടെ നോക്കിയാലും നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി പോസിറ്റീവ് കമ്മ്യൂണിന്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു. അപ്പോൾ ജൂലൈ 11-ാം തീയതി ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു. നിങ്ങൾക്കറിയാം, എറണാകുളം പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തണമെങ്കിൽ നമ്മൾ 3000 രൂപ അവിടെ അടയ്ക്കണം. ആദ്യം നമ്മളൊരു ചെറിയ സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം പൈസ അടച്ചു, 3000 രൂപ അടച്ചു. അപ്പം ഞങ്ങൾ അവിടെ പത്രസമ്മേളനത്തിന് 11 മണിക്കാണ് ഞങ്ങൾക്ക് സമയം തന്നത്. 11 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂച്ചയും ഉണ്ടായിരുന്നില്ല, ഒരു മാധ്യമപ്രവർത്തകനും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 പേര് വന്നു. 1-2 സംഘടനകളും ഇതുപോലെ തന്നെ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. അപ്പൊ അവരൊക്കെ പത്രസമ്മേളനം നടത്തിയത് 1-2 ഓൺലൈൻ മീഡിയക്കാരും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള 1-2 പത്രപ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അല്പസമയം കഴിയേ, എവിടെ നിന്നാണെന്നറിയില്ല, കേരളത്തിലെ മലയാളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള ചാനലുകളും അവരുടെ വണ്ടികളും പ്രസ് ക്ലബിലേക്ക് വരികയാണ്. ഞങ്ങള് പത്രസമ്മേളനം നടത്തിയത് ഞങ്ങളുടെ മുന്നിൽ, അതിന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 20ഓളം ചാനലുകളുടെ മൈക്കിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയത്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അവിടെ അടുത്ത കഴിഞ്ഞ തലേ ദിവസം അറസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടി, ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണ്. അവരെ ലഹരിയുമായിട്ട് പിടികൂടി. അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പത്രക്കാർ അവിടെ വന്നിട്ടുള്ളത്. ഞങ്ങള് പോസിറ്റീവ് കമ്മ്യൂണിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ഞങ്ങൾ പോസിറ്റീവ് കമ്മ്യൂൺ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെയൊക്കെ മുഖത്ത് നമ്മൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ലേ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളിതൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും മുന്നിലിരിക്കുന്ന ആളുകളുടെ മനോഭാവം എന്താണ്. അവരുടെ മുഖം പറയുമല്ലോ, ഇതൊന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോടേ എന്നുള്ളതാണ് അവരുടെ മനോഭാവം. പോസിറ്റിവിറ്റി എന്നുള്ളത് വാക്ക് അവർക്ക് കേൾക്കേണ്ടതില്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. കാരണം അവരുടെ ചാനൽ റേറ്റിംഗ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് എന്നതുകൊണ്ടാവാം. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം എന്ന രീതിയിൽ മാത്രം പറഞ്ഞു എന്ന് മാത്രം. പോസിറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, പോസിറ്റീവായിട്ട് നമ്മൾ നിലനിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾക്ക് എങ്ങനെ പോസിറ്റീവ് ആയിരിക്കാം എന്ന് ആലോചിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും ഒരു ഇരുൾ മൂടുന്ന അവസ്ഥയാണ് പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്ത വിധത്തിൽ നമ്മുടെ ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഒക്കെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ജനങ്ങളിലേക്ക് ഇങ്ങനെ പതിയെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കമ്മ്യൂണിറ്റി ഒന്നല്ല, പക്ഷെ 1000-ലധികം അംഗങ്ങളുള്ള സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലർമാർ, അധ്യാപകർ, പരിശീലകർ തുടങ്ങിയവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളായിട്ട് വരുന്നത്. അതിലെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്. അത് ആ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ രാവിലെ കുറെ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും എന്ന് രാവിലെ പറഞ്ഞു. അതിൽ ഒരു പുസ്തകം നമ്മൾ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന ഒരു മനോഹരമായ പുസ്തകത്തിലെ ഏതാനും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ പുസ്തകം റോബിൻ ശർമ്മയുടെ പുസ്തകമാണ്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നമ്മൾ മനസ്സിലാക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകം. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്ന മാർക്കസ് ഒറീലിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അതിന്റെ രചയിതാവിന്റെ പേര് മാർക്കസ് ഒറീലിയസ്. മാർക്കസ് ഒറീലിയസ് ഏതാണ്ട് 2000 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു സ്വാധീനമാണ് യഥാർത്ഥത്തിൽ റോബിൻ ശർമ്മയെ പോലെ ഇന്ന് നിലവിൽ ലോകത്ത് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രഭാഷകരിലും ട്രെയിനേഴ്സിലും ഒരാളാണ് റോബിൻ ശർമ്മ. കനേഡിയൻ എഴുത്തുകാരനാണ് റോബിൻ ശർമ്മ.
ആ റോബിൻ ശർമ്മയെ സ്വാധീനിച്ചിട്ടുള്ളത് മാർക്കസ് ഒറേലിയസിന്റെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളാണ്. ആ ചിന്തകളാണ് ആ പുസ്തകത്തിന്, ഇദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിന് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പേര് വരാനുള്ള കാരണം പോലും അതാണ്. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം മലയാളത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. നിങ്ങളത് വായിക്കണം. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഉൾക്കാഴ്ചകളുണ്ട്. ആ ഉൾക്കാഴ്ചകൾ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ആ പോസിറ്റിവിറ്റിയെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഉപാസനയായി മാറ്റുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെ? ജീവിതത്തിന്റെ ഉപാസനയായി ഈ പോസിറ്റിവിറ്റിയെ നമ്മൾ സ്വീകരിക്കുകയും അതിനെ സ്പ്രെഡ് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു കാന്തിക വലയം നമുക്ക് ചുറ്റും രൂപപ്പെടും. പുതിയ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് അത്. നമ്മൾ ഒരു കാന്തിക വലയമായി രൂപാന്തരപ്പെടുകയും നമ്മൾ ഒരു പോസിറ്റിവിറ്റിയുടെ കാന്തിക വലയത്തിലേക്ക് മറ്റുള്ളവർ അതിലേക്ക് ആകർഷിച്ചു വരുന്ന തരത്തിൽ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുക എന്നതാണ് പുതിയ കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളുടെ വലിപ്പം കൂട്ടേണ്ടതുണ്ട്, നമ്മുടെ ആശയങ്ങളെ വിപുലീകരിക്കേണ്ടതുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ വിപുലീകരിക്കേണ്ടതുണ്ട്. കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഒക്കെ വിപുലീകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ കാഴ്ചകൾ കാണുന്നത് വാതിൽ പഴുതിലൂടെയാണ്. വാതിൽ പഴുതിലൂടെ കാഴ്ചകൾ കാണുന്നതിനൊരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? വാതിൽ പഴുതിലൂടെ നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ചകൾക്ക് ഇത്തിരി വട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെ? വാതിൽ പഴുതിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ഇത്തിരി വട്ടമാണ് ആ കാഴ്ച. ഇതാണ് കാഴ്ച എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയേക്കാം. അവിടെ ആ വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയണം. വാതിലുകൾ പൂർണ്ണമായും തുറക്കുമ്പോഴാണ് കാഴ്ചകൾ വിപുലപ്പെടുന്നത്, കാഴ്ചപ്പാടുകൾ വിപുലപ്പെടുന്നത്, നമ്മുടെ ചിന്തകൾ വിപുലപ്പെടുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ പോസിറ്റീവ് കമ്മ്യൂണൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ വാതിലുകൾ അങ്ങ് തുറക്കുകയാണ്. എവിടേക്കുള്ള വാതിലുകളാണ് തുറക്കേണ്ടത്? ആദ്യം നമ്മൾ തുറക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കുള്ള വാതിലാണ്. നമ്മുടെ ഉള്ളിലേക്കുള്ള വാതിലാണ് നമ്മൾ ആദ്യം തുറക്കേണ്ടത്. കാരണം പലരും ഈ വാതിൽ പഴുതിലൂടെയാണ് ഉള്ളിലേക്ക് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, എൻ്റെ ഉദ്ദേശം എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ് എന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം നോട്ടം ഇങ്ങനെയായി പോയി എന്നുള്ളതുകൊണ്ടാണ്. മറിച്ച് പൂർണ്ണമായും അതിനെ തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കയറും. വാതിൽ തുറക്കുമ്പോൾ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കയറുമല്ലോ. വെളിച്ചം കയറണം. വെളിച്ചം കയറുമ്പോഴാണ് റൂമി പറയുന്ന മഹത്തായ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെളിച്ചം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും എന്ന്. വെളിച്ചമാവുക എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റാണ്. റൂമി ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ വെളിച്ചമാവണം. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ വിളക്കുകളാവണം എന്ന് പറയാം. വിളക്കിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ വിളക്ക് കത്തിച്ചു, അല്ലേ? അതുപോലെ നമ്മൾ ഒരു മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു, ഒരു മെഴുകുതിരി. ഇപ്പൊ ഇവിടെ മെഴുകുതിരി കത്തിച്ചല്ലോ. ഒരു മെഴുകുതിരി നമ്മൾ ഒരു മുറിയുടെ മൂലയിൽ കത്തിച്ചു വെക്കുന്നു എന്ന് വിചാരിക്കാം. ആ മെഴുകുതിരിയുടെ വെട്ടം വളരെ ചെറുതായിരിക്കും, അല്ലേ? സ്വാഭാവികമായിട്ടും അതിന്റെ വെളിച്ചം ചെറിയൊരു പ്രതലത്തിൽ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ വിളക്കുകളെ നമ്മൾക്ക് പലതരത്തിൽ വെക്കാൻ കഴിയും. വിളക്ക് എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മൾ ഓരോരുത്തരും വിളക്കാണ്. ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളാകുന്ന വിളക്കിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിനെ എവിടെ പ്ലേസ് ചെയ്യാം? ഇതുപോലെ ഒരു മുറിയുടെ ഒരു മൂലയിൽ പ്ലേസ് ചെയ്യാം. എന്നാൽ ഇതുപോലെ ഇങ്ങനെയും പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? അതിൻ്റെ വിധാനം വർദ്ധിച്ചു, അതിൻ്റെ വെളിച്ചം വ്യാപിച്ചു. അങ്ങനെ വെളിച്ചത്തെ വ്യാപിപ്പിക്കാൻ എത്രത്തോളം അതിനെ ഉയരത്തിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുമോ അത്രയും ഉയരത്തിൽ നമ്മളാകുന്ന വെളിച്ചത്തെ പ്ലേസ് ചെയ്യാം. നമ്മളാകുന്ന വെളിച്ചത്തെ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അത്രയും ആളുകളിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എത്തിച്ചേരും.
നമ്മളുടെ വ്യാപ്തിയെ, നമ്മളുടെ ഈ സർവൈവലൻസിനെ, നമ്മളെ ഈ സർക്കിളിനെ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ആ ഏരിയ പരമാവധി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ആശയങ്ങളെ എത്തിക്കുന്ന, നമ്മുടെ ചിന്തകളെ എത്തിക്കുന്ന, നമ്മുടെ സ്വാധീനത്തെ എത്തിക്കുന്ന അതിന്റെ വ്യാപ്തി പരമാവധി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പുസ്തകം ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് ചോദിക്കുമ്പോ അതിന് അല്പമെങ്കിലും മനസാക്ഷിയോട് ഉത്തരം പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയാം. അതിന് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ്? ഇങ്ങനെ വെറുതെ നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ചുമ്മാ പ്ലേസ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത്രയും ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ നമ്മുടെ വാതിലുകൾ, ഉള്ളിലേക്കുള്ള വാതിൽ തുറന്നിട്ട് എനിക്ക് എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ഞാൻ എവിടെയാണ് എനിക്ക് പോരായ്മകളുള്ളത്, ഇങ്ങനെ ആളുകളിലേക്ക് എത്തിച്ചേരാൻ, ആളുകളെ സ്വാധീനിക്കാൻ എനിക്ക് ഏതൊക്കെ തരത്തിലാണ് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് സൊസൈറ്റിയിൽ ഇടപെടാൻ കഴിയുക? സൊസൈറ്റിയിൽ നമ്മൾ ചിലർ വിചാരിക്കുന്നത്, ഇപ്പം മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ആളുകൾ നമുക്ക് മാതൃകകളായി നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അവരെ പോലെയൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഒക്കെ സൊസൈറ്റിയിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി എഴുതുന്ന ഒരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ടാഗോർ ഗീതാഞ്ജലി എഴുതുന്ന സമയത്ത് പലപ്പോഴും ഹൂബ്ലി നദിയിലെ തോണിപ്പുരയിൽ ഇരുന്നിട്ട് എഴുതുമായിരുന്നു എന്നാണ്. തോണിപ്പുര എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഹൗസ് ബോട്ടുകൾ പോലെയുള്ള തോണിപ്പുരകളിൽ രവീന്ദ്രനാഥ ടാഗോർ പലപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തോണിപ്പുരകളിൽ ഇരിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ ടാഗോർ ഇങ്ങനെ ഒരു മെഴുകുതിരി വട്ടത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അനർഘനിർഗളമായി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെ എഴുതാണ്. ഒരു മെഴുകുതിരി വട്ടത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റിൽ ആ മെഴുകുതിരി കെട്ടുപോയി. മെഴുകുതിരി കെട്ടുപോയപ്പോ രവീന്ദ്രനാഥ ടാഗോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോഴാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോകുന്നത്. ആകാശത്തെ മനോഹരമായ കാഴ്ചകൾ, ആകാശത്ത് വിളങ്ങി നിൽക്കുന്ന ചന്ദ്രനും അങ്ങനെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെയും കാഴ്ചകൾ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മളായിട്ടൊരു വൃത്തം സൃഷ്ടിച്ചിട്ട് ഇതാണ് എൻ്റെ ലോകം എന്നങ്ങ് തീരുമാനിച്ചിട്ട് അതിൻ്റെ ഒരു ഉള്ളിൽ നിൽക്കുക. അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയാൻ ചില വിളക്കുകൾ കെടുമ്പോഴാണ് നമുക്ക് ചില ഓർമ്മകൾ ഉണ്ടാകുന്നത്. അങ്ങനെ വിളക്ക് കെടുത്തണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. നമ്മൾ സാറിന് പറയും ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത്തരത്തിൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സാധ്യതകളിലേക്ക് നമുക്ക് നടക്കാൻ കഴിയുക, നമ്മുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുക. രണ്ടാമത്, അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകവും എടുത്തിട്ട് വന്നത്. ഇത് മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതാണ്, നമ്മളൊരു ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ കുറേ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ പോകുന്നതിനപ്പുറത്തേക്ക് ഇന്ന് ഈ ആദ്യത്തെ പുസ്തകം തന്നെ കുറെ പേര് അത് വാങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ ഈ പുസ്തകം കിട്ടും. 350 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. പക്ഷെ ആമസോണിൽ ഇന്ന് വാങ്ങുമ്പോൾ 220 രൂപയ്ക്ക് ഈ പുസ്തകം നമുക്ക് വാങ്ങാൻ കഴിയും. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മഹാത്രേര എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലീഡർ എന്ന് പറയാം. അവിടെ സ്പിരിച്വാലിറ്റിക്ക് മതമില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതത്തിൽ അല്ലല്ലോ. ഞാനത് പ്രത്യേകം അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഇതിൽ പറയുന്ന ഒരുപാട് ആശയങ്ങൾ അത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ കുറെ വട്ടന്മാരുണ്ടാക്കിയതാണ് ഈ ലോകം എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താണ് അല്ലേ? നമ്മള് കുറെ വട്ടന്മാരാണ് ഈ ലോകം ഉണ്ടാക്കിയത്. ഈ ലോകത്ത് ഈ സാങ്കേതിക വളർച്ചയായിരുന്നാലും ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളായിരുന്നാലും അന്ന് അതിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപിക്കപ്പെട്ട മനുഷ്യരായിരിക്കും അവര്. പുതിയ ചിന്തകൾ വരുമ്പോൾ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഐൻസ്റ്റീൻ തന്റെ ജീവിതം മുഴുവൻ ലോകത്തിന് ചില സിദ്ധാന്തങ്ങൾ നൽകാനായി ഉപയോഗിച്ചു. ഇങ്ങനെ പല ആളുകളുടെ പേരും പറഞ്ഞിട്ട് അതിനുശേഷം ലോകം മുമ്പത്തെ പോലെ ആയിരുന്നില്ല. എഡിസന്റെ ജീവിതം ലോകത്തിലെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ചു. അങ്ങനെ പല സയന്റിസ്റ്റുകളെയും പറയുന്നുണ്ട്.
റോജർ ബാനിസ്റ്ററും എഡ്മണ്ട് ഹിലാരിയും മനുഷ്യന്റെ കഴിവുകളെ നിർവഹിച്ചു. സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ലോകത്തിന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. ഓരോ മനുഷ്യജീവനും സ്വയം ഉയർത്താനുള്ള ശക്തി മാത്രമല്ല, മാനവികതയുടെ കൂട്ടായ ബോധത്തെ ഉയർത്താനുള്ള ശക്തിയുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: നമ്മുടെ മുൻഗാമികളിൽ പലരും ഇതിനകം തന്നെ മനുഷ്യാവബോധത്തിന്റെ പരിണാമത്തിൽ തങ്ങളുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം നാം ആസ്വദിക്കുന്നു. ഇതിൽ നമ്മുടെ പങ്കെന്തായിരിക്കും? നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് അതാണ്. അതിൽ നമ്മുടെ പങ്കെന്തായിരിക്കും എന്നുള്ളത്. അതിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിൽ ഒരുപാട് ആശയങ്ങൾ, ഞാൻ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ ആരോടോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇതിൽ പറയുന്ന 2 വരി ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ഇന്നത്തെ ദിവസം എനിക്കുള്ള നിന്റെ സമ്മാനമാണ്. എൻ്റെ ഇന്നത്തെ ദിവസം എനിക്കുള്ള നിന്റെ സമ്മാനമാണ്. ഞാൻ ഇന്ന് ജീവിക്കുന്ന രീതി നിനക്കുള്ള എൻ്റെ സമ്മാനവും. അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അതാണ്. ദൈവം നമുക്ക് തന്നത് ജീവനാണ്. ദൈവം നമുക്ക് ജീവൻ തന്നു. നമ്മൾ ദൈവത്തിന് പകരം കൊടുക്കേണ്ടത് ജീവിതമാണ്. ജീവൻ തന്ന ദൈവത്തിന് നമ്മൾ ജീവിതം പകരം കൊടുക്കാൻ ആലോചിച്ചാൽ മാത്രം മതി നമ്മൾ പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ, അല്ലേ? ജീവിതം കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കാണ്? ദൈവത്തിന് നമ്മുടെ ജീവിതം എന്തിനാ? അപ്പൊ ആ ജീവിതം ആർക്കാ കൊടുക്കേണ്ടത്? ആ ജീവിതം ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ. അവര് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മടിശീലയിൽ അതിന് വലിയ നമ്മൾ ധനികരാവൊന്നും ആവശ്യമില്ല. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ, പെട്ടെന്ന് പേരെന്നോട് വിട്ടുപോയി, കെ.പി. കേശവമേനോൻ. കെ.പി. കേശവമേനോന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവല്ലോ, നാം മുന്നോട്ടും. അതുപോലെ തന്നെ ജീവിത ചിന്തകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ പുസ്തകമുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിൽ ആദ്യത്തേത് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കെ.പി. കേശവമേനോന്റെ ജീവിത ചിന്തകൾ. 1950കളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്ന മനോഹരമായ ഒരു സംഭവമുണ്ട്. 1950 കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ദമ്പതിമാർ ട്രെയിൻ ഇറങ്ങുകയാണ്. നവംബർ മാസമാണ്, നല്ല തണുപ്പുള്ള കാലമാണ്, നല്ല തണുപ്പ്, മഞ്ഞ് പെയ്യുന്ന കാലം. രാത്രിയായിട്ടുണ്ട്. രാത്രിയിൽ അന്ന് ഇതുപോലെ വൈദ്യുതി വിളക്കുകളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഇംഗ്ലണ്ടിലെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ദമ്പതിമാര് വന്നിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയുന്നില്ല. കാരണം കടുത്ത മഞ്ഞാണ്, കനത്ത ഇരുട്ടും. നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ്, ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ അവരൊരു ശബ്ദം കേൾക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ അവര് സ്ട്രീറ്റിൽ നമ്പർ പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ട്രീറ്റിലെ ഇത്രാം നമ്പർ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾക്ക് അവിടെയാണ് എത്തേണ്ടത്. അപ്പൊ അവരുടെ ദേഹത്തിലേക്ക് ഒരു കൈ തട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ കൈ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ദമ്പതിമാര് ആ കൈ പിടിച്ചിട്ട് എൻ്റെ പിറകെ നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നടക്കുന്നതിന്റെ പിന്നാലെ അവർ നടന്നു. കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് അയാൾ പറഞ്ഞു, ഇതാ നിങ്ങളെ വീടെത്തിയിരിക്കുന്നു. ഇവർ അത്ഭുതപ്പെട്ടു പോയി. ഈ ദമ്പതിമാർ അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നോക്കൂ, ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങളെ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് വരേണ്ടത്, ഞങ്ങൾക്ക് പോലും വഴി അറിയാത്ത ഈ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളെ ഇത്ര കൃത്യമായി ഞങ്ങളെ വീട്ടിൽ എത്തിക്കാൻ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരു അന്ധനാണ്, എനിക്ക് രാത്രിയും പകലൊക്കെ ഒരുപോലെയാണല്ലോ, ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഈ വഴികളൊക്കെ എനിക്ക് സുപരിചിതമാണ്. അപ്പോ ഈ രാത്രിയിൽ, ഈ കനത്ത ഇരുട്ടുള്ള രാത്രിയിൽ, ഈ കനത്ത മഞ്ഞുള്ള ഈ രാത്രിയിൽ എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാനാകുന്ന സമയം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. നിങ്ങളെ മാത്രമല്ല, ഇതുപോലെ പലരെയും ഞാൻ ഇതുപോലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് എന്ന്. നോക്കൂ, അന്ധനായ ഒരു മനുഷ്യൻ കണ്ണു കാണുന്നവർക്ക് വഴികാട്ടിയാവുകയാണ്. ഞാൻ ഇടപെടാനുള്ള സമയമാണ്
എന്ന് അയാൾ തിരിച്ചറിയാണ്. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് എന്ന് അയാൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ ഓരോരുത്തരും ആലോചിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ചിലതൊക്കെ ചെയ്യാൻ ഉള്ള സ്പേസുകളും സ്ലോട്ടുകളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. നമ്മളിങ്ങനെ മാറി നിന്നുകൊണ്ട് വീക്ഷിക്കേണ്ടവരല്ല, ഇടപെടേണ്ടവരാണ്. അങ്ങനെ ഇടപെടാനുള്ള ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ ഇടപെട്ടുകൊണ്ട് ഒരു മനുഷ്യനെയെങ്കിലും സാന്ത്വനിപ്പിക്കുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ നമ്മൾ ഏത് ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നതാണ് ചോദ്യം. നമ്മൾ ന്യൂസ് അവറിലാണ്, നമ്മൾ ഇതുപോലെയുള്ള ചർച്ചകൾക്ക് പുറകെയാണ്, അല്ലേ? എവിടെയും ഒരു റിസൾട്ടും എത്താത്ത ചർച്ചകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ, എവിടെയും ഒരു എന്തില്ലാത്ത ചർച്ച എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ TV ചർച്ചകളാണല്ലോ. ഏതെങ്കിലും TV ചർച്ചയില് എവിടെയെങ്കിലും ഒരു തീരുമാനമായിട്ട് ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മണിക്കൂറുകളോളം ചർച്ചകൾ നടക്കും. നമ്മൾ അതിൻ്റെ പക്ഷം പിടിച്ച് നമ്മളും അതിൻ്റെ പിന്നാലെ നടക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അവിടെയാണ് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടത്. എൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്വാഭാവികമായും നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ ഡെവലപ്പ് ചെയ്യപ്പെടും. നമ്മുടെ സൊസൈറ്റിയിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. പോസിറ്റീവ് കമ്മ്യൂണിലൊക്കെ വന്നിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ 1000-1500 ആളുകളെ നമുക്കുള്ളൂ. പക്ഷേ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മളോട് പറയുന്ന അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കുടുംബ ജീവിതത്തിൽ ഉൾപ്പെടെ. കാരണം തിരിച്ചറിവുകൾ, അവബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ എവിടുന്നെങ്കിലുമാണ് കിട്ടുക. ചില ആളുടെ ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു പരാമർശത്തിലോ ഒരു പ്രസ്താവനയിലൊക്കെയാണ് ചില ആൾക്കൊരു സ്പാർക്ക് ഉണ്ടാവുക, അല്ലേ? നമ്മളൊരു സാധാരണക്കാരനും അസാധാരണക്കാരൻ എന്ന് പറയില്ലേ? ഒരു സാധാരണക്കാരൻ ഒരു അസാധാരണ മനുഷ്യൻ, അല്ലെ? അല്ലെങ്കിൽ ഒരു സാമാന്യ മനുഷ്യൻ ഒരു അസാമാന്യ മനുഷ്യൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം? വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ രണ്ട് വാക്കിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രമാണ്, അല്ലേ? സാമാന്യ മനുഷ്യനും അസാമാന്യ മനുഷ്യനും, സാധാരണ മനുഷ്യനും അസാധാരണ മനുഷ്യനും, രണ്ടിന്റെയും വ്യത്യാസം എന്നുള്ള ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നുള്ള അക്ഷരം വളരെ പ്രധാനമാണ്. അതാണ് അവബോധം എന്ന് പറയുന്നത്. അവയർനെസ് എന്ന് പറയുന്ന സാധനം അതാണ്. ഈ അവയർനെസ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് എവിടെ കിട്ടും? ഇങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ വന്നിട്ട് അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുമായിട്ട്, ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുമായിട്ട്, ഉപാസന തന്നെ 40 വർഷമായിട്ട് നിരന്തരമായി ഈ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും ഈ പ്രോഗ്രാം നടത്തുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അല്ലേ? ഇത്രയും കാലം ഇതിന് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറക്കില്ലാത്തൊരു കാര്യമാണ്. അവിടെ നമ്മൾ പറയും എന്താണ്, തുടങ്ങാൻ ഭയങ്കര ആവേശമാണ് ഇപ്പോഴത്തെ. നമ്മൾ ന്യൂ ഇയറിനൊക്കെ വലിയ റെസൊല്യൂഷനൊക്കെ ഉണ്ടാക്കും, ജൂൺ അല്ലെങ്കിൽ ജനുവരി 1 മുതൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. പക്ഷെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം പലപ്പോഴും ഉണ്ടാവുന്നില്ല. ആവേശം തുടക്കത്തിലുണ്ടാവും, പക്ഷെ പിന്നീട് അത് നിലനിർത്താൻ പലർക്കും പറ്റാറില്ല. ഞങ്ങള് ഇസ്ലാമിൽ തന്നെ ഒരു പ്രവാചകന്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വലിയ വലിയ കാര്യങ്ങളല്ല ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, മറിച്ച് നിങ്ങൾ ചെറിയ കാര്യം ചെയ്താൽ മതി, പക്ഷെ അത് സ്ഥിരമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. കാരണം അതിനാണ് പ്രയാസം. വലിയ വലിയ കാര്യം ചെയ്ത് ആവേശം കാണിച്ചിട്ട് ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ ഒന്ന് നിളിയാനും ഇതൊക്കെ ഒരു ഇത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചില വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ പല വൈക്കും പല സമയത്തും അവരെ കാണൂല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവവിശ്വാസികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഈ കണക്ഷൻ വളരെ പ്രധാനമാണ്. പോസിറ്റീവായി നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു ഉത്സവ പറമ്പിലൂടെ ഒരു കുട്ടിയുടെ കൈപിടിച്ച് നടന്നു പോകുന്ന, ഒരു അച്ഛൻ്റെ കൈപിടിച്ച് നടന്നു പോകുന്ന കുട്ടിയുടെ കഥയുണ്ട്. ഉത്സവ പറമ്പിലൂടെ അച്ഛൻ്റെ കൈപിടിച്ച് അവനിങ്ങനെ നടന്നു പോവുക. അപ്പം ചുറ്റും വർണ്ണ ബലൂണുകൾ വിൽക്കുന്ന കടകളുണ്ട്, അവിടെ ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. ഇങ്ങനെ വർണ്ണമനോഹരമായ കാഴ്ചകൾ. അവനെങ്ങനെ പലതും അവൻ അച്ഛനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്.
ആ ബലൂൺ വാങ്ങിത്തരാൻ പറയുന്നുണ്ട്, ഐസ്ക്രീം വാങ്ങിത്തരാൻ പറയുന്നുണ്ട്, വാശി പിടിക്കുന്നുണ്ട്, അല്ലെ? പലതും വാങ്ങിത്തരാൻ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. അച്ഛൻ എങ്ങനെ അവന്റെ കൈയും പിടിച്ച് മുന്നോട്ട് പോകാൻ. കുറച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടിക്ക് അച്ഛന്റെ കൈ നഷ്ടപ്പെടുക, അവൻ ഒറ്റപ്പെട്ടു പോവാൻ. അവൻ ഒറ്റപ്പെട്ടു പോകുന്നതോടുകൂടി അവൻ ആകെ ബേജാറാവുകയാണ്. അവന് എല്ലാ സന്തോഷവും നഷ്ടപ്പെടുക. അപ്പോ ഇവൻ കരയാൻ തുടങ്ങിയപ്പോൾ ഐസ്ക്രീം കച്ചവടക്കാരൻ ഇത് കണ്ടു. അയാൾ ഒരു ഐസ്ക്രീമായിട്ട് കുട്ടിയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവനെ വാങ്ങാൻ തയ്യാറാവുന്നില്ല. ബലൂൺ കച്ചവടക്കാരനും ഇത് കാണുന്നുണ്ട്. അവനും ഒരു ബലൂണായിട്ട് കുട്ടിയുടെ അടുത്ത് അവനെ സമാധാനിപ്പിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അവൻ ബലൂൺ വാങ്ങുന്നില്ല. കാരണം അവന്റെ അപ്പോഴത്തെ ആവശ്യം എന്താണ്? ആ നഷ്ടപ്പെട്ടു പോയ ആ കൈ തിരിച്ചു കിട്ടുക, ആ വിരലുകൾ തിരിച്ചു കിട്ടുക എന്നുള്ള. ആ അച്ഛന്റെ നഷ്ടപ്പെട്ടു പോയ വിരലുകൾ തിരിച്ചു പിടിച്ചപ്പോൾ മാത്രമാണ് അവന് സമാധാനം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ഒരു പാശം എന്നൊക്കെ പറയും നമ്മൾ. ദൈവത്തിന്റെ പാശം മുറുകെ പിടിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഭാഷയിൽ പറയുക. എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ അങ്ങ് വിട്ടുപോകുന്നതോടുകൂടി പലപ്പോഴും ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ആ ബന്ധം, ഒരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ബന്ധം എന്തിനാണ്? ഈ മഹാത്രേയരെ ഈ പുസ്തകത്തിൽ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കാര്യം അതാണ്. സമുദ്രത്തിലെ ഉപ്പുവെള്ളം, മലിനമായ അഴുക്കുചാലുകൾ, ദുർഗന്ധം വമിക്കുന്ന കുളങ്ങൾ, കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ, എവിടെ നിന്നായാലും, ശ്രദ്ധിക്കണേ, സമുദ്രത്തിലെ ഉപ്പുവെള്ളവും മലിനമായ അഴുക്കുചാലുകളും ദുർഗന്ധം വമിക്കുന്ന കുളങ്ങളും കെട്ടിക്കിടക്കുന്ന തടാകങ്ങളും എവിടെ നിന്നായാലും വെള്ളം മുകളിലേക്ക് ബാഷ്പീകരിക്കപ്പെടുകയും മഴയായി വീണ്ടും താഴേക്ക് വരികയും ചെയ്യുമ്പോൾ അത് ശുദ്ധമായ കുടിവെള്ളമാണ് എന്ന്, അല്ലേ? അതുപോലെ തന്നെ മുകളിലുള്ള ശക്തിയുമായി മനുഷ്യൻ ബന്ധപ്പെടുമ്പോൾ സ്വയം ശുദ്ധീകരണം സാധ്യമാകുന്നു. മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും അസ്തിത്വവും ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അതായത് പ്രാർത്ഥനകൾ ഉയരുമ്പോൾ അനുഗ്രഹങ്ങൾ താഴേക്ക് വരുന്നു എന്ന്. അത് വളരെ മനോഹരമായി അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആശയമാണ്. ഇത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടും ജസ്റ്റ് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. അവിടെയാണ് ഈ ഒരു കണക്ഷൻ പോസിറ്റീവായി നിലനിൽക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടത് ഈ ഒരു ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ. കാരണം നമുക്ക് എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ നോക്കൂ, CCTV-യുടെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ആളുകൾ എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കും നമുക്കറിയാം, അല്ലെ? CCTV-യുടെ യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിന്റെ രീതി തന്നെ അവിടെ മാറും, അല്ലെ? നമ്മൾ സാധാരണ കളികളും നമ്മുടെ മാനറിസങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ ജീവിക്കുക. ആ ഒരു ബോധം നമ്മളെപ്പോഴും ഒരു CCTV സർവൈലൻസിന് ഉള്ളിലാണ് എന്ന് നമ്മളൊന്ന് വിചാരിച്ചു നോക്കൂ. അവിടെ നമ്മുടെ പ്രവർത്തികൾ ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ വാക്കുകൾ ശുദ്ധീകരിക്കപ്പെടും. വാക്കുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ലക്ഷ്യം വെക്കുന്നത് ഇതുപോലെ ആളുകളെ സദസ്സിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക കൂടെ നമ്മുടെ ഒരു ലക്ഷ്യമാണ് കേട്ടോ. കാരണം സംസാരം എന്ന് പറയുന്നത്, വാക്കുകൾ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, വാക്കിനേക്കാൾ തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലെയും എന്നാണ്, അല്ലെ? വാക്കിനേക്കാൾ തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ. വാക്കുകൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ ഹൈന്ദവ വിശ്വാസപ്രകാരം ഓം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്നാണ് പറയുന്നത്, അല്ലെ? ഓം എന്ന് പറയുന്നതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന്. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം എന്താ പറയുക? ആദിയിൽ വചനം ഉണ്ടായി എന്നല്ലേ? ആദിയിൽ വചനം ഉണ്ടായി. ഇസ്ലാമിക വിശ്വാസത്തിൽ പറയുന്നത് കുൻ ഫയക്കൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കുൻ എന്ന് പറഞ്ഞപ്പോൾ, നീ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി. ഒരു വാക്കിൽ നിന്നാണ്. ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ആ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ അങ്ങനെ ഏറ്റവും സ്ഫടിക തുല്യമായ വാക്കുകളാക്കി മാറ്റുവാൻ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ ശ്രദ്ധയുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സാധാരണ അരിപ്പ ഉപയോഗിക്കാറില്ലേ? അരിപ്പ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ അടുക്കളയിൽ അരിപ്പ ഉപയോഗിക്കില്ലേ?
അരിപ്പ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ജ്യൂസ് അരിക്കാനും അതുപോലെ തന്നെ ചായ അരിക്കാനും ഇതൊക്കെ അരിപ്പ ഉപയോഗിക്കും. നമ്മൾ സാറിന് പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു അരിപ്പ ഉണ്ടാവണം. നമ്മൾ എവിടെ പോകുമ്പോൾ, ടൗണിൽ പോകുമ്പോൾ, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, നമ്മുടെ മറ്റ് ഏത് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ, ഏത് സമയത്തും നമ്മുടെ കയ്യിൽ ഒരു അരിപ്പ ഉണ്ടാവണം. എന്തിനാണ് അരിപ്പ? ആ അരിപ്പ എവിടെ ഉപയോഗിക്കാനുള്ളതാണ്? ആ അരിപ്പ നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും ഇടയിൽ ഉപയോഗിക്കാനുള്ളത്. എവിടെ? ചിന്തകളുടെയും വാക്കുകളുടെയും ഇടയിൽ ഒരു അരിപ്പ ഉപയോഗിക്കാൻ പറ്റും. തോന്നുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് പറയും, ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. എൻ്റെ ഉള്ളിൽ ഒന്നും വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാനുള്ളത് തുറന്നു പറയും. അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ അവന് ആ നമ്മൾ പറയുന്ന വാക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയില്ലേ? അത് അവനെ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയില്ലേ? പ്രവാചകന്റെ തന്നെ ഒരു കഥയുണ്ട്. ഒരു പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു കാട്ടറബി എന്നൊക്കെയാണ് പറയാ, ഒരു അപരിഷ്കൃതനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാള് ഒരു മുന്തിരി കൊട്ടയിൽ നിറയെ മുന്തിരിയുമായിട്ട് വരികയാണ്. സാധാരണ പ്രവാചകന്റെ അടുക്കലേക്ക് ഇതുപോലെ പലരും പല സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അവിടെ വരുമ്പോൾ ഈ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ പ്രവാചകൻ അതിൽ നിന്ന് 1-2 എടുക്കും. ബാക്കി ചുറ്റും എപ്പോഴും അനുചരന്മാരുണ്ടാവും, അവർക്ക് കൊടുക്കും. അപ്പൊ ഇത്തവണ ഈ മനുഷ്യൻ ഒരു കൊട്ട നിറയെ മുന്തിരിയായിട്ട് വന്നപ്പോൾ പ്രവാചകൻ അതിൽ നിന്ന് 1 എടുത്ത് കഴിച്ചു, 2ാമത്തതും എടുത്ത് കഴിച്ചു. പിന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ, ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടും എന്നാണ് ചുറ്റും ഇരിക്കുന്ന അനുചരന്മാരുടെ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് പ്രവാചകൻ ഈ മുന്തിരി മുഴുവൻ കഴിച്ചു. അപ്പൊ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി ഇത് കൊണ്ടുവന്ന മനുഷ്യന്. അയാൾ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. അപ്പൊ ഈ അനുചരന്മാരെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ല പ്രവാചകരെ, നിങ്ങൾ സാധാരണ നമുക്കൊക്കെ തരാറുണ്ടായിരുന്നല്ലോ, ഇതെന്തേ ഞങ്ങൾക്ക് തരാതിരുന്നു? അപ്പൊ പ്രവാചകൻ പറയാണ്, ആ മുന്തിരിക്ക് ഭയങ്കര പുളിയായിരുന്നു. നിങ്ങൾ എങ്ങാൻ അത് തിന്നാൽ, അയാളുടെ മുന്നിൽ വെച്ചിട്ട് ഇതിന് പുളിയാണെന്നെങ്ങാൻ നിങ്ങൾ പറഞ്ഞാൽ അത് അയാൾക്ക് എത്ര വിഷമം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് തരാതിരുന്നത്. ആ ചിന്ത ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റവൻ എങ്ങനെ ബാധിക്കുന്നു, അവൻ എത്ര വിഷമം ഉണ്ടാക്കുന്നു എന്ന് ആലോചിക്കാനുള്ളൊരു ശേഷി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യനായി സ്വാഭാവികമായിട്ട് രൂപപ്പെടും. നമ്മളെ ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരും. കാരണം എന്താണ്? ഇയാൾ ഒരിക്കലും തളർത്തുന്നവനല്ല, വളർത്തുന്നവനാണ് എന്ന ഫീൽ ആളുകൾക്കുണ്ടാവും. ചില ആൾക്കാരുടെ വാക്കുകൾ എന്ന് പറയുന്നത് എന്ത് നല്ല കാര്യം പറയുമ്പോഴും ആദ്യം പറയുക തളർത്തുന്ന വാക്കുകളായിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ തളർത്തുന്നവനാണോ വളർത്തുന്നവനാണോ? നമ്മൾ ഒക്കെ പഠിക്കുന്നതല്ലേ അല്ലേ? നമ്മൾ ക്രിട്ടിക്കൽ പാരന്റിനെയും അതുപോലെ തന്നെ നർച്ചറിങ് പാരന്റിനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ടിഎയിൽ. അതുപോലെ നമുക്കൊരു സ്റ്റൈൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. പലപ്പോഴും നമ്മൾ ആദ്യം വരുന്ന വാക്കുകൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അത് നെഗറ്റീവാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വ്യക്തിത്വത്തിലെ വലിയ പോരായ്മയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ, നമുക്കത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റണം. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുറഞ്ഞ കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. കുറഞ്ഞ കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കുറഞ്ഞ കാലം നമ്മൾ സാറിന് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് അല്ലേ? ഒരു കൊട്ടാരത്തിലേക്ക് ഒരു യാത്രികനായ മനുഷ്യൻ കടന്നു വരികയാണ്. കൊട്ടാരത്തിലേക്ക്, വലിയ കൊട്ടാരമാണ് രാജാവിന്റെ. ആ വലിയ കൊട്ടാരത്തിലേക്ക് ഒരു യാത്രികനായിട്ടുള്ള സഞ്ചാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് അയാൾ ചോദിക്കാണ്, രാജാവേ, നിങ്ങൾ ഈ സത്രത്തിൽ ഞാൻ ഒരു ദിവസം തങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഈ സത്രത്തിൽ ഞാൻ ഒരു ദിവസം തങ്ങിക്കോട്ടെ എന്ന്. രാജാവിന് കോപിക്കാൻ പിന്നെ കാരണമൊന്നും വേണ്ടല്ലോ അല്ലേ? ഇത്രയും വലിയ കൊട്ടാരം കണ്ടിട്ട്, ഇത്രയും വലിയ സിംഹാസനം കണ്ടിട്ട് അതിനെ സത്രമായി ചിത്രീകരിച്ചിട്ട് ഇങ്ങനെ കൊച്ചാക്കിയിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവിന് ദേഷ്യം വരും. നീ എന്താണ് സത്രം എന്നാണ് പറഞ്ഞിരുന്നത്, എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ സഞ്ചാരി രാജാവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല രാജാവേ, നിങ്ങളെ മുമ്പ് ഇവിടെ ആരായിരുന്നു ജീവിച്ചെന്ന് ചോദിച്ചു. അതെന്റെ അച്ഛൻ. അയാൾ വലിയ വലിയ പ്രതാപിയായ മനുഷ്യനായിരുന്നു, ചക്രവർത്തിയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ.
അദ്ദേഹം വലിയ ചക്രവർത്തിയായിരുന്നു. എന്നിട്ടൊക്കെ അവരൊക്കെ പോയി. ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ ചക്രവർത്തി. അപ്പം ഈ വന്ന ആള് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സത്രം എന്ന് വിളിച്ചത്, അല്ലെ? കുറച്ചു കാലത്തേക്ക് മാത്രം നിങ്ങൾക്ക് ഉടമസ്ഥതയുള്ള ഒരു സംവിധാനത്തിന് ആണ്, അതുകൊണ്ടാണ് ഇതിനെ ഞാൻ സത്രം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് സഞ്ചാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈയടക്കി വെച്ചതൊന്നും, നമ്മൾ കൈവശപ്പെടുത്തി വെച്ചതൊന്നും നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സമയമുണ്ട്. ആ ഒരു സമയം വരുന്നതുകൊണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ആലോചിക്കേണ്ടത്. നമുക്ക് അവിടെ നമ്മൾ ജീവിക്കുന്ന ഈ സമയം കുറഞ്ഞ കാലമാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മുടെ പെരുമാറ്റങ്ങൾ, അവിടെ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അല്ലേ, എന്താണ്, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃത എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലേ? അത് എന്തിനാണ് നമ്മളിങ്ങനെ ശണ്ട കൂടിയിട്ടും മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ടും മറ്റുള്ളവനോട് തെറ്റിയും അങ്ങനെ അടികൂടിയും ഒക്കെ ജീവിക്കേണ്ട കാര്യം എന്താണ്? ഒരു ബസ്സിലെ രണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഒരു ബസ്സില് ഒരു സ്ത്രീ സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ. അപ്പം കുറച്ച് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി. ബസ്സിൽ കുറെ ആളുകൾ ബസ്സിലേക്ക് കയറി വന്നു. ബസ്സിൽ നല്ല തിരക്കായി, ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു. ഈ സ്ത്രീ ഇരിക്കുന്ന സീറ്റിന് തൊട്ടടുത്ത് നിൽക്കുന്നത് മറ്റൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കയ്യിൽ കുറെ ലഗേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ നിൽക്കുന്ന സ്ത്രീ മറ്റേ സ്ത്രീനെ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്, തട്ടുന്നുണ്ട്. ഈ ലഗേജ് അവരെ മേലിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. ഈ ഇരിക്കുന്ന സ്ത്രീക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ പുറകിലിരിക്കുന്ന സ്ത്രീ ഇത് കാണുന്നു. അപ്പൊ പുറകിലിരിക്കുന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? നിങ്ങൾ ഇത്രയും സമയം ഇവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയുന്നുണ്ട്, നോക്കൂ, ഞാനും ഇവരും തമ്മിലുള്ള ഒരുമിച്ചുള്ള യാത്ര അടുത്ത സ്റ്റോപ്പ് വരെ മാത്രമാണ്. ആ ചിന്ത ഉണ്ടല്ലോ, ഞാനും ഇവരും ഒരുമിച്ചുള്ള യാത്ര അടുത്ത സ്റ്റോപ്പ് വരെ മാത്രമാണ്. പിന്നെ എന്തിനാണ് അതിൻ്റെ ഇടയിൽ ഒരു കലഹം ഉണ്ടാക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഓരോ മനുഷ്യരും, അത് ഭാര്യയാകട്ടെ, അമ്മയാകട്ടെ, സഹോദരിമാരാകട്ടെ, സഹോദരനാവട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ഇവരൊക്കെയും ഒരു പക്ഷേ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവാനുള്ളവരാണ്. അതല്ലെങ്കിൽ അവർക്ക് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോവാനുള്ളവരാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. ആ ചിന്ത വന്നാൽ മാത്രം മതി. ചിലരൊന്നും യാത്ര പറയാൻ പോലും നമുക്ക് സമയം തരില്ല, അല്ലെ? ഒന്ന് പറയാൻ പോലും, ഒന്ന് പറയാതെ പോയല്ലോ എന്ന് നമുക്ക് വലിയ സങ്കടം വരും. നോക്കൂ, അവിടെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത്, അവിടെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ചിന്തയുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനാണ് സോമൻ കടലൂർ എന്ന് പറയുന്ന കവി. ഒരുപക്ഷെ മലയാളത്തിൽ നിങ്ങൾ കുഞ്ഞു കവിതകളാണ് അദ്ദേഹത്തിന്റെ. പല കവിതകളും ഉണ്ട്. മിടുക്കൻ എന്നൊക്കെ പറയുന്ന ചില കവിതകളൊക്കെ വളരെ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കവിതയാണ്. അദ്ദേഹത്തിന്റെ വളരെ ചെറിയ ഒരു വരിയുണ്ട്. 1000 പൂക്കളുള്ള റീത്തുമായി, 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ നീയത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു പൂ മതിയായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തം തീർക്കാൻ ഞാൻ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനുശോചന പ്രസംഗമൊക്കെ നടത്തുമ്പോഴാണ് എന്നിട്ട് നമ്മൾ വലിയ വായിൽ വർത്തമാനം പറയാ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ആശയപരമായി, അങ്ങനെയൊക്കെ പറയാം, ഞങ്ങൾ തമ്മിൽ ആശയപരമായി ചില ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആഴത്തിൽ വലിയ ബന്ധങ്ങളുണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ കാണുമ്പോൾ എന്തായിട്ടുണ്ടാവില്ല, മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കുകയോ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒന്ന് ചിരിക്കുകയോ പോലും ചെയ്തിട്ടുണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന് ചൂടുള്ള ഒരു സമയമുണ്ട് ശരീരത്തിൽ. ആ സമയത്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുക്കണം. സ്നേഹം എന്നൊക്കെ പറയുന്നത് വലിയൊരു വികാരമാണ്. അത് കൃത്യമായിട്ട് ആളുകൾക്ക് ഫീൽ തന്നെ വേണം. നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ഇങ്ങനെ ഒരു പ്രവാഹമായിട്ട് കടന്നു വരും. എപ്പോ ഞാൻ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, അല്ലേ? ഞാൻ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നു, ഞാൻ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു മനുഷ്യനുള്ള തോന്നലുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യൻ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കാനുള്ള കാരണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, രാഷ്ട്രീയക്കാരൊക്കെ ഒരുപാട് കാലം ജീവിക്കുന്നതിന്റെ കാരണം അതാണ്. അവരുടെ ചുറ്റും ഒരു വലിയ അല്ലേ, അവർ ഫോളോവേഴ്സ് ഉണ്ടാവും, അവരെ സ്നേഹിക്കുന്ന, അവരെ വല്ലാതെ നെഞ്ചേറ്റി ഒരുപാട് മനുഷ്യരുണ്ടാവും. ആ ചുറ്റും നിൽക്കുന്ന മനുഷ്യർ നൽകുന്ന ഊർജമാണ്
അവരുടെ ജീവിതത്തെ ഇങ്ങനെ പ്രോജ്വലിപ്പിച്ച് നിൽക്കുന്നത്. കാരണം ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ചിന്ത ഒരു മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും വല്ലാതെ ആ കരുത്ത് പകരുന്നതാണ്. അവിടെ നേരെ മറിച്ച് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള ചിന്തയോ ഒരു മനുഷ്യനെ പെട്ടെന്ന് രോഗിയാക്കും, ഒരു മനുഷ്യനെ പെട്ടെന്ന് തളർത്തും. നിങ്ങൾ ആലോചിച്ചാൽ മതി, പല റിട്ടയർ ചെയ്ത മനുഷ്യരെ നിങ്ങൾ നോക്കൂ. 56 വയസ്സിലൊക്കെയാണ് ഇപ്പൊ കേരള സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുക. ചിലരെ കാണുമ്പോൾ നമുക്ക് റിട്ടയർ ചെയ്തോന്ന് തോന്നൂല. പക്ഷെ ചില മനുഷ്യർ 60 വയസ്സാകുമ്പോഴേക്കും നമ്മൾ കാണുമ്പോൾ അവരെങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. കാരണം റിട്ടയർമെന്റിന് ശേഷം അവർക്ക് സൊസൈറ്റിയുമായിട്ടൊന്നും പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവരിങ്ങനെ ദുർബലമായി ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ ദുർബലമായി വരും. എന്നാൽ അതിനിടയിൽ തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നാലും മറ്റ് ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരെ എടുത്ത് നോക്കൂ, അവരെന്നും ആക്റ്റീവായിരിക്കും. അങ്ങനെ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും പോസിറ്റീവായിട്ട് നിലനിർത്തുന്നത്. ആ ചിന്ത എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കപ്പെടുക? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിനും കൂടെ ഉത്തരം പറയണ്ടേ. എന്താണ് സ്നേഹിക്കപ്പെടാൻ എന്താ മാർഗം? എല്ലാവരാലും ഞാൻ സ്നേഹിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനെന്താണ് മാർഗം? അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. അത് ജെയ്സി ഹൂനൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകയുടെ മനോഹരമായ ഒരു കഥയുണ്ട്. ജെയ്സി ഹൂനൻ എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു കഥയാണ് ലൗമി എന്നാണ് ആ കഥയുടെ പേര്. ലൗമി എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്, കുഞ്ഞു പക്ഷിയാണ്. ലൗമി എന്നാണ് ആ പക്ഷിയുടെ പേര്. ആ പക്ഷി കുഞ്ഞു പക്ഷിയാണ്. എല്ലാ ദിവസവും ഒരു മരക്കൊമ്പില് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ പരാതി പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇതാണ് ഈ കുഞ്ഞു പക്ഷിയുടെ എപ്പോഴുള്ള പരാതി. ഒരു ദിവസം ഒരു കാക്ക ഈ കുഞ്ഞു പക്ഷിയുടെ അടുക്കലേക്ക് പറന്നു വരും. അപ്പൊ കാക്ക ചോദിക്കും, എന്താണ് നിന്റെ പ്രശ്നം? നീ ഇങ്ങനെ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഈ കുഞ്ഞു പക്ഷി പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ കാക്ക പറഞ്ഞു കൊടുക്കും, ഒരു കാര്യം ചെയ്യും, നീ ഈ മരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ കയറി നിന്നിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ലൗമി ലൗമി എന്ന് വിളിച്ചു പറയുന്നു. അപ്പൊ ഈ കുഞ്ഞു പക്ഷി കാക്ക പറഞ്ഞത് കേട്ടിട്ട് ഈ മരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പ് കയറി നിന്നിട്ട് ലൗമി ലൗമി എന്ന് വിളിച്ചു പറയും. പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ വിഷമത്തോടു കൂടി ഈ പക്ഷി വീണ്ടും കാക്കയുടെ അടുക്കലേക്ക് വരും. കാക്ക പറയും, എനിക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ആനേനോട് ചോദിക്കാം. അങ്ങനെ ആനേന്റെ അടുത്ത് പോകും. ആന പറയും, നീ ഇപ്പൊ ഈ പറയുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തും. ലൗമി ലൗമി എന്ന് പറയുന്നതിന് പകരം ലവ് യു എന്ന് വിളിച്ചു പറയും. അങ്ങനെ ഈ കുഞ്ഞു പക്ഷി ആ മരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ കയറി നിന്നിട്ട് ലവ് യു എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയെന്നാണ്. അത് കേട്ടിട്ട് ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് 10,000-കണക്കിന് പക്ഷികൾ ഈ പക്ഷിക്ക് നേരെ പറന്നു വന്നു എന്ന് ജെയ്സി ഹൂനൻ പറയുന്നു. സ്നേഹിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ, അത് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, ആ സ്നേഹം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരെ പരിഗണിച്ചു കൊണ്ടേയിരിക്കുക. പരിഗണന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പരിഗണന ചെറിയൊരു വാക്കല്ല, അത് വലിയൊരു വാക്കാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ കൂടെ താമസിക്കുന്നവർ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ പോലും നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരുന്നത്. നമ്മൾ എല്ലാവരും എന്താഗ്രഹിക്കുന്നുണ്ട്? നമുക്കറിയാം, അത് ബേസിക് നീഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഭക്ഷണമാണ്, രണ്ടാമത്തത് വസ്ത്രമാണ്, മൂന്നാമത്തത് പാർപ്പിടമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തത് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പരിഗണനയാണ് അല്ലേ? പരിഗണനയാണ്. പരിഗണന അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്തരത്തിലുള്ള റിവാർഡുകൾ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. കാരണം ഓരോ മനുഷ്യനും അവനവനെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ KGS കേട്ടിട്ടുണ്ടല്ലോ. KGSന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. KGS ചോദ്യം ചോദിക്കുകയും കവി തന്നെ ചോദ്യം ചോദിക്കുകയും കവി തന്നെ ഉത്തരം പറയുകയും ചെയ്യുന്ന രൂപത്തിലാണ് ആ കവിത. ചോദ്യം ഇതാണ്, ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഉത്തരം, എന്നെ തന്നെ. അപ്പൊ വീണ്ടും ചോദ്യം, അത് കഴിഞ്ഞാലോ? ഉത്തരം, അതിനത് കഴിയുന്നില്ലല്ലോ എന്ന്.
എന്നോടുള്ള എൻ്റെ ഇഷ്ടം എനിക്ക് തീരുന്നില്ലല്ലോ, ഞാൻ എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. നോക്കൂ, നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ, നേരത്തെ ഇവിടുന്ന് ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ എടുത്തു. ആ ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ കാണാനാണ്. അതിലുള്ള ഞാൻ എങ്ങനെയെന്ന് അറിയാനാണ്. അതിൽ നമ്മളെ കണ്ണങ്ങനെ അടഞ്ഞു പോയിട്ടാണുള്ളത് എങ്കിൽ ആ ഫോട്ടോയെ സംബന്ധിച്ച്, ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും? ചീത്ത പറയും ഇങ്ങനെ. കണ്ണടഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചുണ്ടു ഓടിപ്പോയിട്ടുണ്ടെങ്കിലോ ഫോട്ടോഗ്രാഫറെ നമ്മൾ തെറി പറയും. കാരണം എന്താണ്? അവന് ഫോട്ടോ എടുക്കാൻ അറിയില്ല. കാരണം അതിലെ ഞാൻ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഞാൻ എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. നാർസിസം എന്ന് കേട്ടിട്ടുണ്ടോ? നാർസിസം എന്താണ്? നാർസിസം എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റ് അല്ലേ? നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിക്കുന്ന നാർസിസ്റ്റ് എന്ന് പറയുന്നത് വാക്ക് ഉണ്ടായിട്ടുള്ളത് നാർസിസ് എന്ന് പറയുന്ന ഒരു രാജകുമാരിൽ നിന്നാണ്. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നാർസിസ്റ്റ് എന്ന് പറയുന്ന ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹം വളരെ പണ്ട് ജീവിച്ചൊരു രാജകുമാരനാണ്. അദ്ദേഹം വലിയ സുന്ദരനായ രാജകുമാരൻ. അദ്ദേഹം എല്ലാ ദിവസവും ഒരു തടാകക്കരയിലേക്ക് ഇങ്ങനെ ചെല്ലും. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു തടാകക്കരയിലേക്ക് ചെല്ലും. ആ തടാകത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് തൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കും. എല്ലാ ദിവസവും ഇതെങ്ങനെ ആവർത്തിക്കും. അയാൾ ആ തടാകത്തിലേക്ക് ഇങ്ങനെ വന്ന് അതിലിങ്ങനെ കുനിഞ്ഞിരുന്ന് തൻ്റെ തന്നെ സൗന്ദര്യം കുറെ നേരം ആസ്വദിച്ച് അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പോകും. ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ കുനിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് വഴുതിയിട്ട് തടാകത്തിലേക്ക് വീണ. നല്ല ആഴമുള്ള തടാകമാണ്. അദ്ദേഹം അത് തടാകത്തിൽ വീണിട്ട് മരിച്ചുപോയി. ആ തടാകത്തിൽ വീണിട്ട് ഈ രാജകുമാരൻ മരിച്ചു പോവാൻ. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോ വനദേവതമാർ അത് വഴി വരിക. വനദേവതമാർ വന്ന് നോക്കുമ്പോൾ ഈ തടാകം ഉപ്പ് രസമായിട്ടുണ്ട്. തടാകം കരഞ്ഞിട്ട് തടാകം പോലും ഉപ്പ് രസമായിട്ടുണ്ട്. അപ്പൊ വനദേവതമാരെ നാർസിസ് ഈ തടാകത്തോട് പറയും, നീ വലിയ ഭാഗ്യവതിയാണ്. കാരണം എന്താണ്? നീ വലിയ ഭാഗ്യവതിയാണ്. കാരണം നാർസിസിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞത്, ആസ്വദിക്കാൻ പറ്റിയത് നിനക്കാണല്ലോ. കാരണം എന്താ? അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് നിന്റെ അടുത്താണല്ലോ. എന്നിട്ട് വനദേവതമാർ പറയുന്നുണ്ട്, ഞങ്ങൾ ദിവസവും അവനെങ്ങനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിന്റെ അടുത്താണല്ലോ അവൻ കൂടുതൽ സമയം ചെലവഴിച്ചെന്ന് പറയും. അപ്പോൾ ഈ തടാകം ചോദിക്കും, അത്രയും സുന്ദരനായിരുന്നോ നാർസിസ്? അപ്പൊ വനദേവതമാർ ചൂടാവും, നിനക്കല്ലേ അറിയാം, നിന്റെ അടുത്തല്ലേ അവൻ കൂടുതൽ സമയം ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഈ തടാകം ആ വനദേവതമാരോട് പറയും, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ രാജകുമാരൻ അവന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോ ഞാൻ അവന്റെ സൗന്ദര്യം കാണുകയായിരുന്നില്ല, മറിച്ച് ഞാൻ അവന്റെ തെളിഞ്ഞ കണ്ണുകളിൽ എന്നെ കാണുകയായിരുന്നു എന്ന്. ഇതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓരോ മനുഷ്യനും അവനവനെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. അവനവനെ പ്രതിഫലിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവനവന് സമൂഹത്തിൽ ഒരു പൊസിഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ അവഗണിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവ് വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും വാട്സപ്പിന്റെയും മൊബൈലിന്റെയും ഒക്കെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പൊ പുതിയ കാലത്ത് നമ്മൾ കൂടുതലായും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ അകലെയുള്ള ഫോണിലുള്ള സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും തൊട്ടടുത്ത സുഹൃത്തിന് കൈ കൊടുക്കാനോ അവനോട് സംസാരിക്കാനോ നമുക്ക് പലപ്പോഴും പറ്റില്ല അല്ലേ? സത്യത്തിൽ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ആ ചുവന്ന ബട്ടൺ അമർത്തിയാൽ അപ്പൊ കട്ടാവും. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞാലും അപ്പുറം വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതപ്പൊ കട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളായിരിക്കും ചിലപ്പോൾ ആ സംസാരം. പക്ഷെ കുറെ ദിവസത്തിന് ശേഷം ഈ സുഹൃത്ത് നമ്മളെ കണ്ടിട്ട് എന്തെങ്കിലും വിശേഷം പറയാനോ നമ്മളെ ഒന്ന് പുഞ്ചിരിക്കാനോ ഒക്കെ വരുന്ന ആ സുഹൃത്തിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വിദൂരത്തുള്ള ഏതോ ആളോട് സംവദിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ഓരോ മനുഷ്യനെയും നമ്മൾ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അത് ഒരു കാന്തിക വലയം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കാന്തിക വലയം നമുക്ക് ചുറ്റും രൂപപ്പെടുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെ ഈ പുസ്തകം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് വാങ്ങിയിട്ട് വായിക്കുക.
ഇന്നിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റാണ്, മനുഷ്യരെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവരായിരിക്കണം, അല്ലാതെ വസ്തുക്കളെ സ്നേഹിക്കുകയും ആളുകളെ ഉപയോഗിക്കുകയും ചെയ്യരുത് എന്ന് മനസ്സിലാക്കിയവർ ഭാഗ്യവാന്മാർ എന്ന്. അതിൽ ഒരു കാറിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. ഒരു കാറിന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ആശങ്കയൊന്നുമില്ല ഇപ്പോൾ ഉള്ള ആശങ്ക. എന്താണ്? ഒരു യാത്ര പോകുമ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ ആശങ്ക എന്താണ്? ഇപ്പോൾ മൊബൈലിൽ ചാർജ് കുറയുന്നത്, അല്ലേ? നെറ്റ്വർക്ക് കിട്ടാത്തത്, അല്ലേ? ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ ചാർജ് കുറയുന്നതോ മൊബൈലിൽ റേഞ്ച് കിട്ടാത്തതോ ഒക്കെയാണ് നമ്മുടെ പുതിയ ഏറ്റവും ആശങ്കകളായിട്ട് മാറുന്നത്. അങ്ങനെ മനുഷ്യരിലെ എന്നതിനേക്കാൾ ഉപരി വസ്തുക്കളെ നമ്മൾ കൂടുതലായി സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മനുഷ്യരെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യുക, അല്ലാതെ മനുഷ്യരെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന രൂപത്തിലാവരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇതുപോലെ കുറേ ആശയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മളൊക്കെ ചെസ്സ് കളിക്കുന്നവരാണ്, അല്ലെ? ചെസ്സ് കളിക്കുന്നവർ, ചെസ്സുമായി ബന്ധപ്പെട്ട് കുറേ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ചെസ്സിന്റെ പ്രത്യേകത അറിയാലോ. ചെസ്സിന്റെ കരുക്കൾ, ആ കരുക്കൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടല്ലോ, അല്ലെ? ചെസ്സിന്റെ ഏറ്റവും വലിയ, ചെസ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ആശയമുണ്ട്. എന്താണെന്നറിയോ? കളി കഴിഞ്ഞാൽ കാലാളും രാജാവും ആനയും കുതിരയും എല്ലാം കിടക്കേണ്ടത് ഒരു പെട്ടിയിലാണ്, അല്ലെ? കളിക്കളത്തിൽ നിൽക്കുമ്പോഴേ കാലാള്, ആന, രാജാവ് എന്നുള്ളതുള്ളൂ. കളി കഴിഞ്ഞാൽ എല്ലാം കിടക്കേണ്ടത് ഒരേ പെട്ടിയിലാണ്. ചെസ്സ് നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠാണ്. ചിലരൊക്കെ ജോലിയിൽ ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു പാഠാണ്. നമ്മൾ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, സർവീസിലൊക്കെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, കാരണം എന്തെങ്കിലും ഒരു അധികാരം കിട്ടുമ്പോഴേക്ക്, ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു LD ക്ലർക്കോ ഒക്കെ ആകുമ്പോഴേക്ക് ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് തോന്നിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു പരിധിയുണ്ട്, ആ അധികാരത്തിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഉണ്ട്. അവിടെ നമ്മൾ പിന്നീട് നമ്മുടെ എല്ലാവരും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ ജീവിച്ചിരിക്കുന്ന, കളത്തിൽ നിൽക്കുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അതാണ് ഈ കാലാളില്ലേ, ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ആശയം തന്നെയാണത്. കാലാളിനെ സമർത്ഥമായി നമ്മൾ ഉപയോഗിച്ചാൽ കാലാളിന് എന്തായിട്ട് മാറാൻ പറ്റും? രാജാവായിട്ട്, മന്ത്രിയായിട്ടൊക്കെ മാറാൻ പറ്റും. ഈ നമ്മൾ കാലാളാണ് എന്ന് സ്ഥിരം എപ്പോഴും കാലാളായി തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ള തോന്നലിൽ നിന്ന് മുന്നേറിയാൽ, സമർത്ഥമായി മുന്നേറിയാൽ, ശ്രദ്ധയോടെ മുന്നേറിയാൽ, ഈ കാലാൾ എന്നതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ കള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് വലിയൊരു രാജാവോ അല്ലെങ്കിൽ മന്ത്രിയോ ആയി തീരാൻ പറ്റും. ജീവിതത്തിൽ നമ്മുടെ നിലവാരം, അതാണ് പ്രധാനം. ആ നിലവാരം എന്ന് പറയുന്നത്, ആ നിലവാരവും അധികാരവും, ആ അധികാരം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു അധികാരം, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അധികാരം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു അധികാരം, അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ കഴിയും എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. അത്തരത്തിൽ വളർന്നിട്ട് പുതിയ ആശയങ്ങൾ നിരന്തരമായി നമ്മളെ നവീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പോസിറ്റീവ് കമ്മ്യൂൺ നമ്മളോട് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണ്. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇങ്ങോട്ട് എടുത്ത് നോക്കൂ. ശരീരം 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോ, അല്ലേ ജോൺ സാറേ, 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോ നിങ്ങൾ 6 മാസം മുമ്പ് ഇന്ന് കണ്ട ഞാനായിരിക്കൂല ഇവിടെ വരിക. കാരണം എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും
റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ശരീരം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ചെറിയ കാലയളവിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നതുണ്ട്, വലിയ കാലയളവിൽ ഒരാഴ്ചയും 2 ആഴ്ചയും 3 ആഴ്ചയും ഒക്കെ പല തരത്തിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്ന കോശങ്ങളുണ്ട്. ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട്, പുതിയൊരു ശരീരമായിട്ട് നമ്മൾ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ പുതിയൊരു മനസ്സ്, ബൗദ്ധികമായിട്ട് നമ്മൾ പരിവർത്തിക്കപ്പെടുന്നുണ്ടോ, മാനസികമായി നമ്മൾ പരിവർത്തിക്കപ്പെടുന്നുണ്ടോ, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഫോണ് നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കഴിയുമ്പോൾ, 1 മാസം 2 മാസം കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നിരന്തരം മെസ്സേജ് വരും അല്ലേ, അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം പുതിയ കാലം നമ്മളോട് അത് ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ തലമുറയോടൊപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത്. പുതിയ തലമുറയെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നേണ്ടത്. അവരൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ആ മാറ്റങ്ങളോടൊപ്പം മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് 2 പ്രധാനപ്പെട്ട, ഈ 21-ാം നൂറ്റാണ്ടിന്റെ പ്രധാനപ്പെട്ട 2 വാക്കുകൾ എന്ന് പറയുന്ന 2 വാക്കുകളുണ്ട്. ഒന്നാമത്തെ വാക്ക് എജിലിറ്റി എന്നാണ്. എജിലിറ്റി എന്താണ്? എജിലിറ്റി എന്ന് പറഞ്ഞാൽ, ശരിക്കും മലയാളത്തിൽ അതിന് നമ്മൾ ചടുലത എന്നൊക്കെയാണ് പറയുക. ശരിക്കും ചടുലത എന്നൊക്കെയാണ് ആ ഭാഷാപരമായി അതിന്റെ അർത്ഥമെങ്കിലും ആശയപരമായി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ചീറ്റപ്പുലി ഇല്ലേ, ചീറ്റപ്പുലി ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ ജീവിയാണല്ലോ ചീറ്റപ്പുലി. ചീറ്റപ്പുലി മുയലിന്റെയും അതുപോലെ തന്നെ മാന്റെയൊക്കെ പിന്നാലെ ഓടുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതിങ്ങനെ സ്പീഡിൽ ഓടും. മുയൽ ജീവനും കൊണ്ട് ഓടുന്നതായിട്ട് മുയൽ അതിവേഗതയിൽ ഓടും. വേഗതയിൽ ഓടിയിട്ട് മുയലോ മാനോ ഉണ്ട് സ്പീഡിൽ ഓടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഡൈവേർട്ട് അല്ലേ, വളരെ പെട്ടെന്ന് അത് ഇങ്ങനെ തിരിയും. അങ്ങനെ പുറകെ പോകുന്ന ചീറ്റപ്പുലിയും അതേ വേഗതയിൽ തിരിയേണ്ടതുണ്ട്. അങ്ങനെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായി പോകും? മുയലോ അല്ലെങ്കിൽ മാനോ അത് ബഹുദൂരം മുന്നിലെത്തും. ഈ ഒരു ശേഷി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ലോകം അതിവേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതേ വേഗതയിൽ സഞ്ചരിക്കാൻ നമുക്കും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയോ പുറകെയായിരിക്കും. നമ്മുടെ ജനറേഷനും നമ്മളും തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ മെസ്സേജുകളൊന്നും എവിടേക്ക് കൺവേ ചെയ്യപ്പെടില്ല, പുതിയ തലമുറയിലേക്ക് കൺവേ ചെയ്യപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ പ്രബോധന രംഗത്തായിരുന്നാലും ശരി, നമ്മൾ അധ്യാപന രംഗത്തായിരുന്നാലും ശരി, നമ്മൾ പരിശീലന രംഗത്തായിരുന്നാലും ശരി, പുതിയ തലമുറയോട് സംവദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ ചിന്താഗതികളെ, ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന അവരുടെ ചിന്താഗതികളെ, അവരുടെ കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാനും അവരോടൊപ്പം തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ബി റെസലിയന്റ് എന്നാണ്. റെസലിയൻസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. എന്താണ് റെസലിയൻസ് എന്ന് പറഞ്ഞാൽ? ആ വാക്കിനർത്ഥം എബിലിറ്റി ടു ബൗൺസ് ബാക്ക് എന്നാണ്. എബിലിറ്റി ടു ബൗൺസ് ബാക്ക്. തിരിച്ചടികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മൾ ഒരുപക്ഷെ ഏതെങ്കിലും കുഴിയിൽ അകപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വം തള്ളിയിട്ടേക്കാം. പക്ഷെ അവിടെ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത്തരത്തിലുള്ള ഒരു ശേഷി പുതിയ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വയനാട്ടിലൊക്കെ ദുരന്തമൊക്കെ നടന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് റെസലിയന്റ് എന്ന് പറയുന്നത്. ബി റെസലിയന്റ് ആവുക, പുതിയ കാലത്ത് റെസലിയന്റ് ആവുക, എജിലിറ്റി ഉണ്ടാവുക. ഇങ്ങനെ ചില ക്വാളിറ്റികൾ നമ്മൾ പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റികൾ കൂടെ നമ്മളോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരം വേദികളിലൂടെ, ഇത്തരം സംവാദങ്ങളിലൂടെ, ഇത്തരം നമ്മളെ കൂട്ടായ്മകളിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതാണ്. പുതിയ ഇത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. പോസിറ്റീവ് ചിന്തകൾ എന്ന് മാത്രമല്ല, പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചിന്ത മാത്രമല്ല, പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടെ ഞാൻ അത് ആവർത്തിക്കാം. ഐൻസ്റ്റീൻ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കോട്ട് ഞാൻ പറഞ്ഞല്ലോ. എ സ്റ്റുഡന്റ് ഈസ് നോട്ട് എ കണ്ടെയ്നർ യു ഹാവ് ടു ഫിൽ അപ്പ്, ബട്ട് എ ടോർച്ച് യു ഹാവ് ടു ലൈറ്റ് അപ്പ്. നമ്മൾ പാരന്റിങ്ങിലായിരുന്നാലും, നമ്മൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും, നിങ്ങൾ പള്ളിക്കൂടമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ആശയമാണത്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് രക്ഷിതാക്കൾ ഇങ്ങനെ ആയിപ്പോകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷിതാക്കൾ കുട്ടികളുടെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ മാത്രം, അറിവിന്റെ വളർച്ചയിൽ മാത്രം, അവരുടെ അക്കാഡമിക്കിന്റെ കാര്യത്തിൽ മാത്രം
മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മനുഷ്യരെ ഇല്ലാതെ ആയി പോകുന്നുണ്ട്. അവിടെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ നെഞ്ചിലേറ്റേണ്ടത്. എ സ്റ്റുഡൻറ് ഈസ് നോട്ട് എ കണ്ടെയ്നർ യു ഹാവ് ടു ഫിൽ അപ്പ്. ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അറിവ് കുത്തി നിറച്ചു കൊടുക്കേണ്ട പാത്രങ്ങളല്ല. അത് ഭാഷയും അതുപോലെ തന്നെ സയൻസും അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ കുത്തി നിറച്ചു കൊടുക്കുക. എന്താ അതിന്റെ കാര്യം? ഹരാരിയുടെ 21 ലെസൺ ഫോർ 21st സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? യുവാൽ നോഹ ഹരാരി, ഹരാരിയെ കേട്ടിട്ടില്ലേ? സാപ്പിയൻസ് ഒക്കെ എഴുതിയിട്ടുള്ള യുവാൽ നോഹ ഹരാരി, ഹിബ്രു യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ നരവംശ ശാസ്ത്രജ്ഞനാണ് യുവാൽ നോഹ ഹരാരി. അദ്ദേഹമാണ് സാപ്പിയൻസ് എന്നൊക്കെ പറയുന്ന പുസ്തകം എഴുതി. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് 21 ലെസൺ ഫോർ 21st സെഞ്ചുറി, 21ാം നൂറ്റാണ്ടിലേക്ക് 21 പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. പുതിയ കാലത്ത് എന്താണ് അതിന്റെ 19ാം അധ്യായത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയാണ്. അതിന്റെ 19ാമത്തെ അധ്യായം ചരിത്രത്തെ എങ്ങനെ വിലയിരുത്തിയിട്ട് അവസാനം അദ്ദേഹം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു അധ്യായം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ 2025 ജനിച്ചു വീഴുന്ന ഒരു കുട്ടി, ഞാൻ അധ്യാപകരോട് പറയാറുള്ളത്, നിങ്ങൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവന് 2050 എത്ര വയസ്സാകും? ഞാൻ ചോദിക്കുന്നല്ല കേട്ടോ, ഹരാരി ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം. 2050 ആകുമ്പോൾ അവൻ എത്ര വയസ്സാവും എന്ന് ചോദിച്ചാൽ അവൻ ഏകദേശം ഒരു 30 വയസ്സാവും. ആ കുട്ടി ഒരുപക്ഷെ 2100 വരെ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള കുട്ടിയാണ്. എന്നിട്ട് ഹരാരി ചോദിക്കാൻ, ഈ കുട്ടിക്ക് നിങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുക? നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സയൻസും നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സാങ്കേതിക വിദ്യയും ഇന്ന് അതൊക്കെ അന്ന് ഈ 2050 2100 അതിനെന്ത് റെലവൻസ് ആണ് ഉണ്ടാവുക? എന്നിട്ട് ഹരാരി പറയുന്ന കാര്യം അതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ജീവിതമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിമിഷം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതെന്ന്. ആ ശേഷി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ സമൂഹത്തെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറയെ സംബന്ധിച്ച് നമുക്ക് വലിയ പരാതികളാണ്, നമ്മൾക്ക് വലിയ വേവലാതികളാണ്. ആ വേവലാതികളുടെ ഉത്തരം തേടേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അവരെ അക്കാഡമിക്കായിട്ട് മാത്രമല്ല നല്ല മനുഷ്യരായി അവരെങ്ങനെ കൂടെ നിർത്തിയിട്ട് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ. ജീവിതം എന്ന് പറയുന്നത് ഒരു സർവകലാശാലയിലും ഒരു സ്കൂളിലും പഠിക്കേണ്ട സംഗതി, പുസ്തകം വായിച്ച് പഠിക്കേണ്ട സംഗതി അല്ലല്ലോ. അത് നമ്മളിൽ നിന്ന് അവർ പഠിക്കേണ്ട കാര്യം. അപ്പോൾ അവരെ കൂടെ നിർത്തിയിട്ട് നമ്മൾ എത്രത്തോളം അത് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് എ സ്റ്റുഡന്റ് ഈസ് നോട്ട് എ കണ്ടെയ്നർ യു ഹാവ് ടു fill up, but a torch you have to light up എന്ന് പറഞ്ഞു. ഒരു ടോർച്ചായിട്ടാണ് നമ്മളെ മക്കളെ മാറ്റേണ്ടത്. വിളക്കുകളായിട്ട് നമ്മളെ മക്കളെ പരിവർത്തിക്കുക എന്ന് പറയുന്നതാണ്. അവരെ വിളക്കുകളാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള, അവർക്ക് ഉൾക്കാഴ്ച കൊടുക്കുക, അവർക്ക് കാഴ്ചക്ക് പകരം ഇൻസൈറ്റ് കൊടുക്കാനും അവർക്ക് നോളജിന് പകരം വിസ്ഡം കൊടുക്കാനും എപ്പോഴാണോ നമുക്ക് കഴിയുന്നത്, ഒരു പാരന്റ് എന്നുള്ള നിലയിൽ, കൂടെ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, അധ്യാപകർ എന്നുള്ള നിലയിൽ, ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ, ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയിലൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇതുപോലെയുള്ള മൂല്യങ്ങൾ അവർക്ക് പകർന്നു നൽകാൻ, അവരെ വിളക്കുകളായിട്ട് പരിവർത്തിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് അവരെ പുറത്തിറക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളാണ് നിരന്തരമായി നമ്മുടെ ആലോചനകളിൽ ഉണ്ടാവേണ്ടത്. കാരണം കാലം അങ്ങനെയാണ്, കാലം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. ഇരുട്ടിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെയാണ് ടാഗോർ പറയുന്ന വളരെ ഒരു അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയിൽ തന്നെ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുമ്പോൾ സൂര്യൻ വിലപിക്കുന്നുണ്ട്, ഞാൻ പോവാണ്, ഇനി എനിക്ക് പകരം ആരുണ്ട് വെളിച്ചം പകരാൻ? അപ്പൊ ചന്ദ്രൻ വരും. ചന്ദ്രൻ പറഞ്ഞിട്ട് വരും, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ, എനിക്ക് സ്വന്തമായിട്ട് വെളിച്ചമില്ലെങ്കിലും നീ തന്ന വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വെളിച്ചം പകർന്നോളാം എന്ന് പറയും. പക്ഷെ വലിയ കാർമേഘങ്ങൾ വന്നിട്ട് ഈ ചന്ദ്രനെ മായ്ച്ചു കളയുമ്പോൾ ചന്ദ്രൻ വിലപിക്കുന്നുണ്ട്, ഇനി ആരുണ്ട് എന്ന് വിലപിക്കുമ്പോൾ ഒരു മിന്നാമിനിങ് ഇങ്ങനെ പറന്നു വന്നിട്ട് പറയും, ഞാനുണ്ട്, ഞാൻ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും എനിക്ക് ചുറ്റും വെളിച്ചം പകരാൻ എങ്കിലും എന്നെ കൊണ്ടാകും പോലെ ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. നോക്കൂ, നമ്മൾ ഓരോ മനുഷ്യരും ഇങ്ങനെ ഒരു കുഞ്ഞു മിന്നാമിനുങ്ങെങ്കിലും ആയിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ ഈ ലോകം എത്ര സുന്ദരായിരിക്കും.
ആ വെളിച്ചം പിടിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് കമ്മ്യൂൺ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. മിന്നാമിനിങ്ങാക. പി കെ പാറക്കടവിൻ്റെ അതിമനോഹരമായ ഒരു കുഞ്ഞു കഥയുണ്ട്. പി കെ പാറക്കടവ് എഴുതിയിട്ടുള്ള കുഞ്ഞു കഥയാണ് ഒരു മിന്നാമിന്ന്. ഇരുട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. ഇരുട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. ഇരുട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു മിന്നാമിന്നി പതിയെ ഇങ്ങനെ പറന്നു വന്നു. എന്നിട്ട് ആ മിന്നാമിന്നി അയാളെ ഒന്ന് തൊട്ടു. അപ്പോൾ അയാൾ വെളിച്ചമായി മാറിയെന്നാണ്. അപ്പോൾ അയാൾ വെളിച്ചമായി മാറി. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥയാണ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അതുപോലെ ഒരു മിന്നാമിന്നി ആയിട്ട് ഇങ്ങനെ പറന്നു ചെന്നിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ തൊടാൻ പറ്റിയിരുന്നെങ്കിൽ, അവനെങ്ങനെ ഒരു വെളിച്ചമാക്കി മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റൂലേ? പറ്റും. അതിന് നമ്മൾ വെളിച്ചത്തെ ആദ്യം സ്വാംശീകരിക്കണം. നമ്മൾ വെളിച്ചത്തെ ആദ്യം എടുക്കണം. ആ വെളിച്ചം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഈ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെയാണ്. അത്തരത്തിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും കൊണ്ട് നമ്മളെ വെളിച്ചത്തെ ഏറ്റവും ജ്വലിപ്പിച്ചിട്ട് ആ വെളിച്ചമായിട്ട് നമ്മളിങ്ങനെ പറന്നു ചെല്ലണം. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ ചുറ്റുപാടിൽ ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട്. ഒറ്റപ്പെട്ടു പോയ വിഷമിച്ചു നിൽക്കുന്ന, മുന്നോട്ടുള്ള വഴി ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. അവരെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് തൊടുമ്പോൾ, അവർ വെളിച്ചമായിട്ട് മാറുമ്പോൾ എന്തൊരു സൗന്ദര്യമായിരിക്കും അതിന്. നമ്മുടെ ജീവിതം എത്ര സാർത്ഥകമാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സാർത്ഥകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ട്രെയിനും കൂടെ പോകേണ്ടതുണ്ട്. ഇന്നലെ രാത്രി പയ്യോളിയാണ് എൻ്റെ സ്വദേശം. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കാരനാണ് ഞാൻ. രാത്രി 12 മണിക്കാണ് ഇന്നലെ അവിടുന്ന് ട്രെയിൻ കയറിയത്. 5 മണിയോടുകൂടി ആലുവയിലെത്തി. അപ്പം ശരിക്കും ഉറക്കം അങ്ങ് റെഡി ആയിട്ടില്ല. കാരണം ആലുവ വിട്ടുപോവുകയും ചെയ്യരുതല്ലോ. അപ്പോൾ ഉറങ്ങിയാൽ ചിലപ്പം ട്രെയിൻ വിട്ടുപോകും. പിന്നെ ആലുവ ഇറങ്ങി അവിടെ നിന്ന് ഇതാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തിരിച്ചുള്ള ട്രെയിന് 9:30-ക്കാണ്. അതിന് എറണാകുളത്ത് എത്തണം. ഏതായാലും ഇത്തരത്തിൽ എവിടെയോ കിടക്കുന്ന നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നതിലും ചില ചിന്തകൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിലൊക്കെയുള്ള വലിയ സന്തോഷം, അതിന് വേദിയൊരുക്കി തന്നിട്ടുള്ള ഉപാസനയോടും അതുപോലെ പ്രിൻസ് അച്ഛനോടും ജോൺ സാറിനോടും ഒക്കെയുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു.